സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ആശാ വർക്കേഴ്സിന്റെ അനിശ്ചിതകാല സമരം തുടങ്ങി. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് അവരുടെ തീരുമാനം. സർക്കാരിന് സമരത്തോട് അനുഭാവപൂർവമായ സമീപനമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി KPCCയുടെ അധ്യക്ഷൻ K സുധാകരനും ഇന്ന് സമരപന്തൽ സന്ദർശിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിരുന്ന ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നത്. മിനിസ്റ്റർ സമരത്തിന് വരുമ്പം ഇതുപോലെ ഇരിക്കാൻ തയ്യാറായി വരണം. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നതുവരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും പണം ലഭിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ പണം നൽകി. സമരം ചെയ്യുന്നവരെ കുറ്റം പറയാനില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. സമരം ചെയ്യുന്നവരുടെ കാര്യത്തിലൊന്നും നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അവരെ എന്തെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ ഇക്കാര്യത്തിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ചർച്ച വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ പരിഹരിച്ചു. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ സമരപന്തലിലെത്തി. ഞങ്ങൾ എന്തിനും ഇവരെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ? കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.